കർണാടകയിലെ ബാഗൽകോട്ട് ജില്ലയിലെ ബദാമി എന്ന പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിന്ദു ജൈന ക്ഷേത്രങ്ങളുടെ ഒരു സമുച്ചയമാണ് ബദാമി ഗുഹാക്ഷേത്രങ്ങൾ. 6-ാം നൂറ്റാണ്ടു മുതൽ 8-ാം നൂറ്റാണ്ട് വരെ കർണാടകത്തിന്റെ ഭൂരിഭാഗവും ഭരിച്ചിരുന്ന ആദ്യകാല ചാലുക്യ രാജവംശത്തിന്റെ തലസ്ഥാനമായ ബദാമി വാതാപി എന്നാണ് മുമ്പ് അറിയപ്പെട്ടിരുന്നത്. ഒന്നാമത്തെ ഗുഹ ശിവക്ഷേത്രം. ശിവന്റെ നടരാജ ശില്പം ഈ ഗുഹയിലെ മുഖ്യ ആകർഷണമാണ്. ഹരിഹര ശില്പം, അർദ്ധനാരീശ്വര ശില്പം, ദുർഗാദേവി മഹിഷാസുരനെ വധിക്കുന്നതായി ചിത്രീകരിക്കുന്ന ശില്പം എന്നിവ ഈ ക്ഷേത്രത്തിൽ കാണാം. തെക്ക് ഭാഗത്തായുള്ള 4 ഗുഹകളാണ് ഇവിടെ പ്രാധാന്യമേറിയത്. ഈ ഗുഹാക്ഷേത്രങ്ങൾ ശൈവ, വൈഷ്ണവ, ബുദ്ധ, ജൈന പാരമ്പര്യങ്ങൾ വെളിവാക്കുന്നു. ഈ ഗുഹാക്ഷേത്രങ്ങളിലെ ചുമരുകളിലെ ശില്പങ്ങൾ ഒറ്റക്കല്ലിൽ തീർത്ത പൂർണ്ണകായ പ്രതിമകൾ പോലെയാണ് കാണപ്പെടുന്നത്. വടക്കേ കുന്നിന്റെ മുകളിലായി കോട്ടയുടെ അവശിഷ്ടങ്ങളും ആദ്യ ചാലൂക്യ ക്ഷേത്രവും കാണപ്പെടുന്നു. മേലെ ശിവാലയം, താഴെ ശിവാലയം, മാലഗന്ധി ശിവാലയം എന്നിങ്ങനെ ഇവ അറിയപ്പെടുന്നു. രണ്ടാമത്തെ ഗുഹ വിഷ്ണു ക്ഷേത്രം. ഈ ഗുഹ 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ 7-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലോ ആണ് നിർമ്മിച്ചിരിക്കുന്നത്. ത്രിവിക്രമ രൂപവും വാമന, വരാഹ, ഭൂമിദേവി എന്നീ ശില്പങ്ങളും ഈ ഗുഹാക്ഷേത്രത്തിൽ കാണാം. AD 543 മുതൽ 757 വരെയുള്ള കാലഘട്ടങ്ങളിൽ ചാലൂക്യരുടെ തലസ്ഥാനമായിരുന്നു ഈ പ്രദേശം. രാജാവായിരുന്ന പുലികേശി ഒന്നാമനാണ് ഇവിടെ കോട്ട കെട്ടി രാജവംശം സ്ഥാപിച്ചത്. പല കാലഘട്ടങ്ങളിലെയും രാജാക്കന്മാരുടെ നിർമ്മിതികൾ ഇവിടെ നിലകൊള്ളുന്നു. 6-ാം നൂറ്റാണ്ടിലാണ് ഈ ചുവന്ന പാറക്കെട്ടുകൾ തുരന്ന് ഗുഹാക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത്.
മൂന്നാമത്തെ ഗുഹ വിഷ്ണു ക്ഷേത്രം. ഈ സമുച്ചയത്തിലെ ഏറ്റവും വലിയ ഗുഹയാണിത്. ത്രിവിക്രമ, വാസുദേവ, വരാഹ, ഹരിഹര, നരസിംഹ എന്നീ ശില്പങ്ങളും അഗ്നിദേവൻ, ഇന്ദ്രൻ, വരുൺ എന്നീ ദേവന്മാരുടെ നിരവധി ശില്പങ്ങളും ബ്രഹ്മാവിന്റെ ശില്പവും ഈ ഗുഹാക്ഷേത്രത്തിൽ കാണാം. പുലികേശി ഒന്നാമന് ശേഷം മക്കളായ കീർത്തിവർമ്മൻ ഒന്നാമനും മംഗളേശനും ഗുഹാക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. കീർത്തിവർമ്മൻ ഒന്നാമൻ വാതാപിയെ ശക്തിപ്പെടുത്തി. കീർത്തിവർമ്മൻ ഒന്നാമന്റെ മരണത്തിനു ശേഷം സഹോദരൻ മംഗളേശൻ സിംഹാസനം ഏറ്റെടുക്കുകയും ഭരണം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നീട് മംഗളേശനെ വധിക്കുകയും പുലികേശി രണ്ടാമൻ ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. പല്ലവർ ഉൾപ്പെടെ നിരവധി രാജാക്കന്മാരെ തോൽപ്പിച്ചതിനാൽ ഈ രാജവംശത്തിലെ മഹാനായ രാജാവായിരുന്നു പുലികേശി രണ്ടാമൻ. അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം പല്ലവർ അധികാരം സ്ഥാപിച്ചു. നാലാമത്തെ ഗുഹ ജൈന ക്ഷേത്രം. 7-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. ഗുഹയ്ക്കുള്ളിൽ ബാഹുബലി, തീർത്ഥാങ്കരൻ, മഹാവീരൻ എന്നിവരുടെ പ്രധാന ശില്പങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട്. അകത്തെ തൂണുകളിലും ചുവരുകളിലും 24 ചെറിയ ജൈന തീർത്ഥാങ്കര ചിത്രങ്ങൾ കൊത്തിയിട്ടുണ്ട്. പിന്നീട് വിക്രമാദിത്യ ഒന്നാമന്റെ കാലത്താണ് ചാലൂക്യർ വീണ്ടും അധികാരത്തിലെത്തുന്നത്. അവസാന ബദാമി ചാലൂക്യ രാജാവായ കീർത്തിവർമ്മൻ രണ്ടാമനെ പരാജയപ്പെടുത്തി ദന്തിദുർഗ രാഷ്ട്രകൂടവംശം സ്ഥാപിച്ചു. അങ്ങനെ രാഷ്ട്രകൂടരുടെ ഉയർച്ച ബദാമി ചാലൂക്യരുടെ പതനത്തിനു കാരണമായി.
ബദാമിയിൽ അഗസ്ത്യതീർത്ഥം എന്ന പേരുള്ള ഒരു വലിയ കുളം സ്ഥിതി ചെയ്യുന്നു. ഈ കുളത്തിൽ മുങ്ങിയാൽ കുഷ്ഠരോഗ ശമനമുണ്ടാകുമെന്ന് പുരാതന കാലത്ത് വിശ്വസിച്ചിരുന്നു. ഈ കുളത്തിന്റെ കിഴക്കേ ഭാഗത്ത് ഭൂതാനാഥ ക്ഷേത്രവും പടിഞ്ഞാറ് ഭാഗത്ത് സൂഫി മസ്ജിദും നിലകൊള്ളുന്നു. ഇതിന്റെ വടക്കുഭാഗത്തായി ആർക്കിയോളജിക്കൽ വകുപ്പിനു കീഴിലുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. 6-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള വാസ്തുവിദ്യാ ഉപകരണങ്ങൾ, ലിഖിതങ്ങൾ, പുരാതന കല്ലുകൾ, ശില്പങ്ങൾ, കൊത്തുപണികൾ എന്നിവ ഈ മ്യൂസിയത്തിൽ കാണാം. വടക്കേക്കുന്നിന് മുകളിലായാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. ചാലൂക്യൻ ശൈലിയിലുള്ള വാസ്തുവിദ്യയിലാണ് ഈ കോട്ട പണിതിട്ടുള്ളത്. ഈ കോട്ടയ്ക്ക് ചുറ്റും ഇരട്ടക്കോട്ട മതിലുകളുണ്ട്. വലിയ കളപ്പുരകൾ, ഒരു വലിയ ഭൂഗർഭ അറ, വാച്ച് ടവറുകൾ, മറ്റു നിരവധി ഘടനകൾ ഈ കോട്ടയിൽ ഉൾപ്പെടുന്നു.